ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇതേ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സാധാരണ ഈ സൈബർ ആക്രമണങ്ങൾക്ക് എപ്പോഴും നേതൃത്വം നൽകാറുള്ളത് CPIM ആണ് എന്ന വിമർശനം നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. എങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി നിലപാട് സ്വീകരിച്ചവരെയെല്ലാം കൂട്ടമായി ആക്രമിക്കുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് ഈ സൈബർ ആക്രമണത്തിലേക്ക് പോകാനുണ്ടായ ഒരു പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം കോൺഗ്രസിനകത്തെ പ്രമുഖരായ വനിതാ നേതാക്കൾ, മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വനിതാ നേതാക്കൾ എല്ലാവരും തന്നെ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ നിർത്തുന്നത് അത് പാർട്ടിക്ക് ഉചിതമായിരിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജി വേണം എന്നുള്ളതായിരുന്നു ആ ആവശ്യം. നമുക്ക് ആദ്യം ആ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം. പറയുന്നത് വിലക്കിയിട്ടില്ല, അങ്ങനെയുള്ള വിലക്കുകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം പുറത്തേക്ക് വന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള പറയാത്തൊരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഒന്നും പോകാതെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. നിയമത്തെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിലുള്ളത്. അത് CPM ഒന്നും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ BJP പാലിക്കുന്നില്ല എന്നത് വേറെ കാര്യം. എങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഇന്ന് ഉമാ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ ഒന്നുകിൽ ഇതൊക്കെ തെറ്റായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരു നിയമ നടപടി സ്വീകരിക്കണം, ഈ നിശബ്ദത എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയെന്ന് അംഗീകരിക്കുന്ന എന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മൗനം സമ്മതം എന്നാണല്ലോ പൊതുവെ ഒരു മലയാളത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും കോൺഗ്രസ് രാഷ്ട്രീയം എല്ലാ കാലത്തും മാനവികതയും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. CPM-നെ പോലെയല്ല. CPM-ന്റെ വനിതാ നേതാക്കന്മാർ ഇപ്പോൾ മുകേഷിൻ്റെ എത്രയെത്ര സ്ത്രീപീഡന കേസുകൾ, എന്താ പറയുക, ഗാർഹിക പീഡനവും സ്ത്രീപീഡനവും ഒക്കെ വന്നപ്പം അതിന് വെള്ള പൂശിയ വനിതാ നേതാക്കന്മാർ സ്വന്തം പാർട്ടിയിലെ ഒരു യുവതിക്ക് നേരെ സ്വന്തം പാർട്ടിയുടെ MLA ആക്രമണം നടത്തിയെന്ന പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കെതിരായി നിലപാടെടുത്ത് റിപ്പോർട്ട് കൊടുത്ത ശ്രീമതി ടീച്ചർ അടക്കം വന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജയില്ലേ ശ്രീമതി ടീച്ചറെ? തീവ്രത അടക്കാൻ പോയിട്ട് കോൺഗ്രസിനെ മൂല്യം പഠിപ്പിക്കാൻ വേണ്ട കാര്യമില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ 24 മണിക്കൂറിനകം ആദ്യ സ്റ്റെപ്പ് എടുത്തു. അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ വലിയ ചർച്ച നടത്തി എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി. തീർച്ചയായും പാർട്ടി നിലപാട് പറയും, ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. ഇതിനകത്ത് രാഹുലിനെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ഇത് ഉചിതമായ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇത് പൊതു മനസാക്ഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ സ്ത്രീകളെ ആശങ്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇതിനാണ് പ്രസക്തി. MLA സ്ഥാനത്തിന്റെ കാര്യത്തിലും അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള രാജി സാധാരണഗതിയിൽ ഒരു കൺവിക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ചില സാഹചര്യത്തിലോ ആണ് ജനപ്രതിനിധി നിയമപ്രകാരം തന്നെ അതെടുക്കേണ്ടത്. ഒരു ഷേഡിയായിട്ട് ഒരു യുവ MLA, കോൺഗ്രസിന്റെ MLA അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പുതിയ ഞാൻ പറയുന്ന മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ പോലും കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും ആർജവമുള്ള സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് ആ പാർട്ടി ആ തീരുമാനം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലതൊന്നും വിഷയമേ അല്ല, ഒരു മാതൃകാപരമായ തീരുമാനമായിട്ടുണ്ടാകണം. ഇതൊക്കെയായിരുന്നു വനിതാ നേതാക്കളുടെ പ്രതികരണങ്ങൾ. ബിന്ദു കൃഷ്ണയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, ഉമാ തോമസിനെ പോലെയുള്ളവർ
അങ്ങനെ എല്ലാവരും തന്നെ പ്രതികരിച്ചത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്, ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നത് അതിനകത്ത് ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. നേതാക്കളെ വിമർശിക്കാം, പാർട്ടിയെ വിമർശിക്കാം, അങ്ങനെ അഭിപ്രായങ്ങൾ പറയാം, അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ സ്വാതന്ത്ര്യം എടുത്തപ്പോഴാണ് ഈ സൈബർ ആക്രമണങ്ങൾ അതിരൂക്ഷമാകുന്നത്. അതിൽ KC വേണുഗോപാലിന്റെ ഭാര്യയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, FB പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പോലും ഇത്തരക്കാരെ വെച്ചു പുറപ്പിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ ഈ ആക്രമണം ശക്തമായതോടുകൂടി ആ പോസ്റ്റിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു എന്നുള്ളതാണ് ആശയ്ക്ക്, അതായത് KC വേണുഗോപാലിന്റെ ഭാര്യ ആശയ്ക്ക്. അതേസമയം ഉമാ തോമസ് പറയുന്നത് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പാർട്ടി അങ്ങനെയാണ്, അതായത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുവാനുള്ള വേദിയാണ് പാർട്ടി എന്നത് തന്നെയാണ്. തനിക്കെതിരെ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നതിനെ സൈബർ ആക്രമണമൊന്നുമായി കാണുന്നില്ല. അതിന് ആക്രമണം ഉണ്ടായാൽ പോലും തനിക്ക് അത് വിഷയമല്ല, താൻ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും എന്ന് ആവർത്തിക്കുന്നുണ്ട് ഉമാ തോമസ്. എനിക്ക് പറയാനുള്ളത് ഇന്നലെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പാർട്ടി തീരുമാനിക്കട്ടെ, ഇത് ഞാൻ തീരുമാനിക്കണ കാര്യമല്ലല്ലോ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത് പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എനിക്കത് എൻ്റെ നീതിബോധം ഞാൻ തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാജിവെക്കുന്നു വിചാരിച്ചു. പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്തായാലും എന്ന് തോന്നി. പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. സൈബർ ആക്രമണം എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ആ വ്യക്തി ഹത്യോ എന്താ ആവട്ടെ, ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്നും ഉറച്ചു നിൽക്കുന്നു എൻ്റെ അഭിപ്രായം. എന്തായാലും സൈബർ ആക്രമണം ഇങ്ങനെ വ്യാപിക്കുമ്പോൾ അതിനെയും ആയുധമാക്കി മാറ്റുന്നുണ്ട് മറുചേരി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ, അതായത് ഷാഫി പറമ്പിലിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഷാഫി പറമ്പിൽ ആണ് എന്നാണ് DYFI പറയുന്നത്. നിങ്ങളൊക്കെ അന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ്, നിങ്ങളൊന്നും ചത്തിട്ടില്ലേ എന്നാണ് ഷാഫിയുടെ അനുയായികൾ ചോദിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് പറയാൻ, ഇത് ശരിയല്ല എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് നിന്ന് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? ഇപ്പോൾ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആശ ടീച്ചർ. ആശ ടീച്ചർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ട് പിൻവലിച്ച് ഓടേണ്ടി വന്നു അവർക്ക്. ഇപ്പൊ ഷാഫിയുടെ വെട്ടുകളിക്കൂട്ടങ്ങളുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇവരിപ്പോൾ ധരിക്കുന്നത് കുറച്ച് ദിവസം കൂടി ഇതൊക്കെ ഇങ്ങനെ അങ്ങ് തുടർന്ന് പോയാൽ, ഈ നിലയിൽ ഭീഷണിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആളുകൾ ഭയന്നിട്ട് പിന്മാറും എന്നാണ്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഇത്തരം അനീതിക്കെതിരായിട്ട് നവമാധ്യമങ്ങളിൽ കൂടിയും മറ്റും നേരിട്ടും പ്രതികരിക്കുന്ന ഒരാളെയും ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല. ഇവർക്കെല്ലാം ആവശ്യമായ ശക്തമായ പിന്തുണ DYFIയുടെ ഭാഗത്തുണ്ടാവും. ഉമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ്, ഈ വെട്ടുകളിക്കൂട്ടത്തിന്റെ സൈബർ ആക്രമണത്തെ DYFI ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ MPയാണ്. ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് DYFI പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സൈബർ ആക്രമണം നടത്തുന്നവർ വെട്ടുകിളിക്കൂട്ടമാണ് എന്ന് DYFIയും തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാക്കൾ, അതിപ്പോൾ AICC ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന KC വേണുഗോപാലാകട്ടെ, മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാകട്ടെ, നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാകട്ടെ, അവർക്കൊക്കെ എതിരെ വലിയ വിമർശനമാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. അതുമാത്രമല്ല, പാർട്ടി ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചേരി തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ന്യൂസ് 18നെയും മാറ്റി നിർത്തുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ ന്യൂസ് 18 റിപ്പോർട്ടർ ഡാൻ കുര്യനുമായുള്ള അവന്തികയുടെ സംഭാഷണമാണല്ലോ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൂഢാലോചനയാണ് എന്നും ഡാനും ന്യൂസ് 18നും ഒക്കെ അതിൽ പങ്കാളികളാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ രാഹുലിനെ ന്യായീകരിക്കാൻ, വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഡാൻ കുര്യനും ഞങ്ങൾക്കുമൊക്കെ കൃത്യമായ മറുപടിയുണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചലഞ്ച് ചെയ്യാം, നിയമപരമായി അതിനെ നേരിടാൻ
ഞങ്ങൾ ഒരുക്കം ആണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം. തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ. നമ്മൾ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ മാധ്യമ പ്രവർത്തനം തന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കാൻ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലെ ഏത് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ വരാൻ, ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തിരിച്ച് രാഹുലിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കലുണ്ടെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച പോലെ ബാക്കി കാര്യങ്ങളുടെ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അവന്തിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം ചാറ്റ് കൂടി പുറത്തുവിടണം രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴി അതുകൂടി പുറത്തു വരും. അപ്പോൾ താങ്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. അതിനു മുമ്പ് താങ്കൾ തന്നെയാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. ഇങ്ങനെ സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിയാലൊന്നും പേടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. യെസ്, രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ രീതിയിലൊക്കെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങൾ ആധികാരികതയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ഇക്കാര്യങ്ങളെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ 1-ാം തീയതി ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല? പിന്നീട് 21-ാം തീയതിയാണല്ലോ, ഓഗസ്റ്റ് 20, 21 തീയതികളിലൊക്കെ ആയിട്ടാണല്ലോ ഈ നിലപാട് മാറ്റിയത് എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഉത്തരം കൂടി അവന്തിക പറഞ്ഞു വെച്ചിരുന്നു. അത് തന്നെയാണ് പ്രേക്ഷകരെയും ഒപ്പം ഈ രാഹുലിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ കേൾപ്പിക്കാനുള്ളത്. നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അത് നിങ്ങളുടെ നേതാക്കളാണ് എങ്കിൽ പോലും സൈബർ ഇടത്തിൽ പോലും എത്ര തരത്തിലുള്ള വെർബൽ റേപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അത് തന്നെയായിരുന്നു ഈ 1-ാം തീയതി സംസാരിച്ചപ്പോൾ രാഹുലിനെതിരെ പറയാൻ പേടിച്ചത്, ഭയന്നത് എന്നത് തന്നെയാണ് അവന്തികയും പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പക്ഷേ ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത് നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്ത് വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുമായിരുന്നു.